ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ റീൽസ് അല്ല ഇടണം കേട്ടോ. എൻ്റെ സ്വയം സൗണ്ടിൽ, എൻ്റെ സ്വന്തം സൗണ്ടിലാണ് ഞാനിന്ന് പറയണത്. ഇന്ന് നമുക്ക് ഒരു ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ടിപ്സാണ്, പക്ഷേ ചിലവർക്ക് നല്ല ഗുണമാവും. അപ്പോൾ എന്താണെന്നറിയോ, വളഞ്ഞ വളകളാണ് ഇതൊക്കെ, കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് നിവർത്തണം. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ചെയ്തായിരുന്നാണ് കേട്ടോ. ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും. ചെയ്യണവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒക്കെ വളഞ്ഞതല്ലേ, നമുക്ക് നോക്കാം. രണ്ടടേ നമുക്കിത് എങ്ങനെ നിവർത്താൻ നോക്കാം. ഇത് കവുത്തി വയ്ക്കുക. എന്നിട്ട് ഈ രണ്ട് വളകളെടുത്തിട്ട് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്കിടാം. ഇതാ നിവർന്ന്, നിവർന്നില്ലേ? എന്താ നിവർന്നു ഉണ്ട്. അടിപൊളി അല്ലേ? അതുപോലെ നമുക്ക് നിവർത്താം. ഓരോന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഈ രണ്ടെണ്ണ ശേഷം ഉണ്ടാവും. എന്താ ഓക്കെ, അങ്ങനെ വളഞ്ഞ വളയണേ. എന്താ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വളവ് ശരിയാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ എഴുന്നൂറൊക്കെ ആക്കാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സിലെങ്കിലും കുറച്ചും കൂടെ വലിപ്പമുള്ള ക്ലാസ്സിലും കുഴപ്പമില്ല. ഈ വള അങ്ങനെ ജസ്റ്റ് ഇവിടെ നിൽക്കണം, ടൈറ്റായി വരുന്ന പാകത്തിന് എടുക്കണം മാത്രം. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുണ്ട്. എല്ലാ വളഞ്ഞ വളയെ ഞാൻ നിവർത്തി അല്ല ഉണ്ടോ? ഇങ്ങനെയുണ്ട്, നല്ല രസമുണ്ട്. വളഞ്ഞതൊക്കെ ഇതാ നിവർന്നില്ലേ? അതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കും വേണേ. ഓക്കെ, അപ്പം കേട്ടാ എല്ലാ വളകളും നിവർന്നു. അപ്പോൾ എന്താ, അപ്പോഴേക്കും മോള് നീട്ടുപോയി. അപ്പോൾ ഇത് മോൾക്ക് ഡാൻസിന് വാങ്ങിച്ച വളയാണ്. അവൾക്ക് ഓരോ ഡാൻസിനും ഓരോ വള വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ശ്രീശൈലിക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് ആകെ വളഞ്ഞിരിക്കുന്നു, എല്ലാം വളഞ്ഞിരിക്കുന്നു വളകൾ. അപ്പം ഞാൻ ചെയ്തായിരുന്നൊരു ട്രിക്കൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. പക്ഷെ അത് റെഡി സക്സസ് ആയി. അപ്പം നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കാണിച്ചു തരാൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നോക്കി നോക്കും കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നിങ്ങളെന്താ ചെയ്യണ്ടേ? ലൈക്കും സബ്സ്ക്രൈബും കമൻസും ഷെയറും ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമൻ്റ് ഇടണേ, മറക്കരുത്. ഓക്കെ, ബൈ.